അസ്സലാമു അലൈക്കും മുത്തുമണീസ്. സുഖമല്ലേ എല്ലാവർക്കും? ഇന്നിപ്പോൾ സ്കൂളൊന്നുമില്ല അല്ലേ, ക്ലസ്റ്റർ മീറ്റിംഗ് ആയതുകൊണ്ട്. അപ്പോൾ സി എ യാസിക്ക് അവിടെ ഉണ്ട്, എല്ലാവരും ഉള്ളൊരു ദിവസമാണ് ഇന്ന്. അപ്പം ഇന്ന് ഉച്ചക്കൊക്കെ ഒരു നാടൻ വിഭവം ആക്കിയാലോ എന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ബാവ കുറച്ച് കപ്പ കൊടുന്നിട്ടുണ്ട്. അപ്പം കപ്പ വെച്ച് എന്തുണ്ടാക്കും എന്നിങ്ങനെ വിചാരിച്ചപ്പോഴാണ് കപ്പയും താളും ഇല്ല ആ ഒരു കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, താളിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മളെ പറമ്പിക്ക് പോകുന്നതാണ്. ഇങ്ങോട്ട് ഇങ്ങനെ വരുമ്പോൾ എനിക്ക് പേടിയൊക്കെ ഉണ്ട്, കാരണം അതാ ആ തലപ്പത്താണ് നമ്മളെ ചേമ്പും താളില്ലത്. അപ്പം ഞാനിങ്ങനെ പോരുകയാണ്, നിറയെ കാടാണ്, എല്ലായിടവും കാടാണ്. അപ്പം എനിക്ക് പാമ്പുണ്ടോ ചേരുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു പേടിയിൽ ഞാൻ അങ്ങനെയും നടന്ന് പോവാണ്. അതാ അവിടെ ഉണ്ട്. നമുക്കാണെന്നുണ്ടെങ്കിൽ 1-2 ഒക്കെ മതിയാവും. ഇതും വെച്ചിട്ട് വേഗം വീട്ടിൽ കയറി പോവുക. ഇവിടെ വരുമ്പോഴാണ് നമ്മൾ കാന്താരി ഉണ്ടോ അല്ലെങ്കിൽ തേങ്ങ ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കണം. അപ്പം ഇങ്ങനെ ചുറ്റുപാടും നോക്കിയപ്പോഴാണ് അവിടെ ആ അറ്റത്ത് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ആ ഒരു മരം കണ്ടത്. അപ്പം അതിൽ നിറയെ ഉണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, നിറയെ ഉണ്ടായിട്ടുണ്ട്. സിയക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം 2 അതുമെന്ന് അത് എടുക്കാലോ എന്നിങ്ങനെ വിചാരിച്ച്, ഓൾക്ക് എടുത്ത് കൊടുക്കാമല്ലോ. ഓളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചാമ്പിയും ഒക്കെ ഉപ്പും മുളകും തിരുമ്പി തിന്നുകയാണ്. സ്കൂളിട്ട് വന്ന ഓളെ പരിപാടി അതാണ്. അപ്പം പിന്നെ ഇത് എടുത്ത് ഓൾക്ക് കൊടുക്കാമെന്നില്ല ഒരിതിലേ അങ്ങനെ എടുത്തതാണ്. ഇനി വേഗം നമുക്ക് നമ്മളെ കപ്പയും അതേപോലെ താളും പാടെ ക്ലീൻ ആക്കിയിട്ട് കുക്കറിലിടുക. എല്ലാതും ക്ലീൻ ആക്കിയിട്ട് ഞാൻ അങ്ങനെ കുക്കറിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിനെല്ലാം വെള്ളം പാടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കറൊക്കെ അടച്ച് വെച്ച് അതൊന്ന് ആയി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അതിലേക്കുള്ള ഒരു അരപ്പൊക്കെ ഒന്ന് സെറ്റാക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങയിലേക്ക് ഇച്ചിരി ചെറിയ ജീരകം, കുഞ്ഞുള്ളി, കാന്താരിയാണ് പിന്നെ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ പാടെ കൂടി നമുക്കൊന്ന് നല്ലോണം പേസ്റ്റ് ആക്കണ്ട, ഒന്ന് അരച്ച് എടുത്തിട്ട് വരാം. തീ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ കുക്കറിൻ്റെ ആ ഒരു ആവിയൊക്കെ പോയിട്ട് ഞാൻ ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ താളും കപ്പയൊക്കെ. ഇതിലേക്കുള്ള അരപ്പ് ഒഴിച്ച് കൊടുക്കുക. അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറവിട്ട് കൊടുക്കാം. അപ്പം നമ്മളെ കൂട്ടാനിലേക്ക് വറവൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മൾ എല്ലാം റെഡിയായി. ഇങ്ങനെയുള്ള നാടൻ വിഭവങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു, അടിപൊളിയാണ്. അപ്പം ഇന്ന് ഉച്ചക്ക് ഞാൻ മുരിങ്ങ താളിപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുരിങ്ങ താളിപ്പും ചോറും പിന്നെ അതേപോലെ നമ്മൾ ഈ ഒരു കൂട്ടാനും ഇത് മാത്രം മതി നമുക്ക് ഉച്ചക്ക്, വേറെ ഒന്നും വേണമെന്നില്ല. ഇതിൻ്റെ കൂടെ ഒരു ഉണക്കൽ, എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ടാണ് ഒരു ഉണക്കൽ അല്ലെങ്കിൽ കാന്താരിയുടെ ചമ്മന്തി, ഇതും പാടെ നമുക്ക് കൂട്ടി കഴിച്ചാൽ പിന്നെ സ്വർഗ്ഗമാണ്.
നിങ്ങൾ ഒന്ന് കഴിച്ചു നോക്കുകൊണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല നാടൻ വിഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരണ്ട്. അപ്പോൾ അതുവരേക്കും അസ്സലാമു അലൈക്കും. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.